നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആദ്യം സിദ്ധുവേട്ടന്റെ അസുഖം മാറണം. അതുവരേക്കും നമ്മൾ കാത്തിരുന്നേ മതിയാവും. ആ അപകടത്തിൽ സിദ്ധുവേട്ടന്റെ ഓർമ്മ നഷ്ടപ്പെട്ടതാ ആകെ പ്രശ്നമായത്. ഏതായാലും ഇത് വല്ലാത്തൊരു വിധിയായിപ്പോയി. അപകടം എങ്ങനെയാ സംഭവിച്ചതെന്ന് അറിയട്ടെ. അതിനുശേഷം എനിക്ക് ചിലത് ചെയ്യാനുണ്ട്. അല്ല, ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? അബി, എന്റെ മനസ്സിൽ ചില സംശയങ്ങളുണ്ട്. ഈ അപകടം സിദ്ധുവേട്ടന്റെ വീഴ്ച കൊണ്ടല്ല സംഭവിച്ചെങ്കിൽ ഒരുപക്ഷെ ഇതിന്റെ പിന്നിൽ വേറെയും ചിലർ ഉൾപ്പെട്ടിരിക്കും. അവരുടെ പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരിക്കാം ഈ ആക്സിഡന്റ്. ഏട്ടൻ ആരെയാ സംശയിക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ച് ആരെയും ഇപ്പോൾ സംശയമൊന്നുമില്ല. ഞാനൊരു സാധ്യതയാ പറയുന്നത്. അത് വെറുതെ തള്ളിക്കളയാനും പറ്റില്ല. അങ്ങനെ മറ്റാർക്കെങ്കിലും ഈ ആക്സിഡന്റിൽ പങ്കുണ്ടെങ്കിൽ ഞാൻ അവരെ വെറുതെ വിടില്ല. അതാരായാലും ശരി, അയാളെ ഞാൻ തീർത്തു കളയും. ഗോപിക, എന്താ പറയേണ്ടത് എനിക്കറിയില്ല. ഗോപികയുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. സത്യം തിരിച്ചറിയുന്നത് വരെ നമുക്ക് എന്തായാലും കാത്തിരിക്കാം. ഇനിയിപ്പോ ആ സത്യം എന്തായാലും ശരി, ഗോപികയ്ക്കും ദേവികേച്ചിക്കുമൊപ്പം ഞങ്ങളുണ്ടാവും. നിങ്ങൾ സംസാരിക്കും. സിദ്ധുവേട്ടന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാവണമെന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാ. ദേവിയേടത്തി ആത്മാർത്ഥമായിട്ട് ഏട്ടനെ ശുശ്രൂഷിക്കുന്നതുകൊണ്ട് ഏട്ടൻ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. സ്വന്തം ഭർത്താവ് തന്നെയാണ് അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരനെന്ന് അറിഞ്ഞിട്ടും വീണ്ടും സിദ്ധുവേട്ടനെ ചികിത്സിച്ച് ഭേദമാക്കാൻ ഏട്ടനോടൊപ്പം നിൽക്കുന്ന ദേവിയേച്ചിയുടെ മനസ്സുണ്ടല്ലോ, അത് ലോകത്ത് മറ്റാർക്കും കാണുമെന്ന് തോന്നുന്നില്ല. ദേവിയേച്ചിയുടെ ഈ ഉറച്ച തീരുമാനത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ദേവിയേച്ചിയെ പോലെ തന്നെ ഗോപികയും മനസ്സിന്റെ ധൈര്യം കൈവിടരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.